ശശാന്ത് സിംഗ് 2 ക്യാച്ച് കൈവിട്ടപ്പോൾ കൂളായിട്ട് ഡീൽ ചെയ്ത ഒരാൾ ഇപ്പോൾ കളി ജയിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കൂളായി ഡീൽ ചെയ്യാം. പക്ഷേ കളി തോൽക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും കൊങ്ങക്ക് പിടിക്കും. പ്രത്യേകിച്ച് റിക്കി പോണ്ടിങ് ഒക്കെ അന്ന് കൊങ്ങക്ക് പിടിക്കാൻ വേണ്ടി നിൽക്കുക തന്നെയായിരുന്നു. പക്ഷെ അന്ന് കളി ജയിച്ചുകൊണ്ട് മാത്രം പിന്നെ അടങ്ങിയതാണ്. ഇന്നലത്തെ മത്സരത്തിലേക്ക് നമൻധീറും ഇന്നലെ പ്രഭ്സിമ്രാൻ സിംഗിന് ഒരു അവസരം വിട്ടു. ഇന്നലെ പ്രഭ്സിമ്രാൻ സിംഗ് 50 അടിക്കാനുള്ള കാരണം 2 തവണ പ്രഭ്സിമ്രാനെ കൈവിടുന്നുണ്ട് പിന്നെ മുംബൈ താരങ്ങൾ. നമൻധീർ വിടുന്നുണ്ട്, കോർബിൻ ബോഷ് അദ്ദേഹം ബോളെറിഞ്ഞ സമയത്ത് അദ്ദേഹം തന്നെ കൈവിടുന്നുണ്ട്. റോബിൻ മിൻസ് ഇന്നലെ ക്യാച്ച് മിസ്സാക്കുന്നു. ഒരുപാട് ക്യാച്ചുകൾ മിസ്സാക്കിയതിന് ശേഷമാണ് ഇവർ 200+ സ്കോറിലേക്ക് എത്തുന്നതെന്ന് ആലോചിക്കണം. സോ ഈ IPL ഏറ്റവും വലിയ ക്രൈസുകളിലൊന്ന് IPL മാത്രമല്ല, പൊതുവെ ഇന്ത്യൻ താരങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ T20 ലോകകപ്പ് മുതൽ ഇത് കാണുന്നുണ്ട്. T20 ലോകകപ്പിൽ ഇന്ത്യ കിരീടമണിഞ്ഞ T20 ലോകകപ്പിൽ ഫീൽഡിലെ ഏറ്റവും മോശം പ്രകടനം ഇന്ത്യയുടേതായിരുന്നു എന്ന് ആലോചിക്കണം. ഇന്ത്യ ലോകകപ്പ് അണിഞ്ഞൊരു T20 ലോകകപ്പിൽ, അതായത് ഒരു കാലത്ത് ഇന്ത്യൻ ടീമിൽ അതിശയ ഫീൽഡർമാരെ കൊണ്ട് നിറഞ്ഞ, അല്ലെങ്കിൽ ഒരുപാട് നമുക്കിങ്ങനെ എടുത്തു പറയാൻ കഴിയുന്ന ഒരുപാട് അതിശയ ഫീൽഡർമാർ, മുഹമ്മദ് കൈഫിനെ പോലെ, യുവരാജ് സിംഗിനെ പോലെ, ഒരുപാട്, അതെ അതെ അതെ, അങ്ങനെ എത്ര പിന്നെ ഫീൽഡിംഗ് വിസ്മയങ്ങൾ നമ്മൾ ചരിത്രത്തിൽ കണ്ടു. ഈവൻ 2011 ലോകകപ്പിലൊക്കെ ആ ഫൈനലിൽ യുവരാജ് സിംഗ് ആ ബോഡിയും വെച്ചിട്ട്, എന്ന് പറഞ്ഞാൽ യുവരാജ് സിംഗിൻ്റെ ഒക്കെ ഒരു പിന്നെ 2007 T20 ലോകകപ്പിൽ കാണുന്നത് യുവരാജ് സിംഗിൻ്റെ ഫിറ്റ്നസ്സിലല്ലോ നമ്മൾ 2011 ലോകകപ്പിൽ കാണുന്നത്. എന്നിട്ട് പോലും അദ്ദേഹം 2011 ലോകകപ്പിൻ്റെ ഫൈനലിൽ ആ ശ്രീലങ്കയ്ക്കെതിരെയൊക്കെ നടത്തിയിട്ടുള്ള ഫീൽഡിംഗ് പ്രകടനങ്ങളൊക്കെ കണ്ടാൽ മതി. അങ്ങനെ എത്രയോ ഒരുപിടി ഓർമ്മകൾ നമുക്കുണ്ട്. സോ ഇന്ത്യക്ക് അങ്ങനെ കുറേ ബ്രില്യൻ ഫീൽഡർമാരെ നഷ്ടപ്പെടുന്ന പോലെ തോന്നാറുണ്ട്. ചിലപ്പോൾ ബ്രില്യൻ ഫീൽഡർമാരാണ് നമ്മൾ കരുതിയിരുന്ന മനുഷ്യർ വരെ സിമ്പിൾ ക്യാച്ചുകൾ മിസ്സാക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഫീൽഡിങ്ങിൽ പല വീടുകൾ പ്രത്യേകിച്ച് ഇന്ത്യൻ താരങ്ങളുടെ